ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മൈസൂർ പാക്കാണ്. വളരെ സോഫ്റ്റായത്, വായിലിട്ടാൽ അലിഞ്ഞു പോകും. ആ മൈസൂർ പാക്ക് നമുക്കെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചൂടായ പാനിലേക്ക് 1.5 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് വറുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. ഇപ്പോൾ നമ്മൾ 2-3 മിനിറ്റ് ശരിക്കും നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കൊരു പാനിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്കിത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഈ കംപ്ലീറ്റ് ഷുഗറും മെൽറ്റായി 1 സ്ട്രിങ് ആവണം. ഷുഗർ സിറപ്പ് തയ്യാറാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചോളൂ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ഒരു നൂൽപ്പരുവ ഉണ്ടല്ലോ, അതാവുന്നവരെ മതി. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് തയ്യാറായിട്ടുണ്ട്. അത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ കാണാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 150 ഗ്രാം നെയ്യാണ്. ഇതിൽ നമുക്ക് ആകെ എക്സ്പെൻസ് ഉള്ളത് ഈ നെയ്യാണ് കേട്ടോ. കുറച്ച് റേറ്റ് വരുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് കൊടുത്തിട്ടല്ലേ മൈസൂർ പാക്ക് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ നമ്മൾക്കത് വീട്ടിലുണ്ടാക്കിയാൽ ഈ നെയ്യുടെ ചിലവ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ നെയ്യൊക്കെ നന്നായി മെൽറ്റായി ഷുഗർ സിറപ്പിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കടലപ്പൊടി ഇതിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇളക്കിയാൽ വേഗം നമുക്ക് ഇതിൻ്റെ തരികളൊക്കെ ഉടഞ്ഞ് കിട്ടും കേട്ടോ. നന്നായി മിക്സായി കിട്ടും. ഇപ്പോൾ കടലമാവ് നന്നായി ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അധികം നേരം ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, ഇല്ലെങ്കിൽ അത് തരിയായി പോവും. ഇനി നമുക്ക് ഏത് ട്രേയിലേക്കാണ് ഒഴിക്കേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ ഒരു ട്രേ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇത് വേഗം നമുക്ക് സെറ്റായി കിട്ടും. അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി മൈസൂർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കടയിൽ നിന്നൊക്കെ വളരെയേറെ വില കൊടുത്തിട്ടില്ലേ ഈ സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്ക് വാങ്ങുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് വളരെ ഈസിയായി നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി ഇത് വീട്ടിലുണ്ടാക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.